അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ് വലകും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, ഏ ജനങ്ങളെ, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു വാസസ്ഥലമുണ്ടോ ജനങ്ങളെ? നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു വാസസ്ഥലമുണ്ട് ജനങ്ങളെ. അവിടെ നിങ്ങൾ നിശ്ചിതമായ സമയം വരെ നിങ്ങൾ ജീവിക്കുകയുള്ളൂ. അതിനുള്ള സൗകര്യം മാത്രമേ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കണക്കാക്കി വെച്ചൊരു സമയമുണ്ടോ? ആ സമയം വരെ നിങ്ങളവിടെ ജീവിക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾക്ക് അവിടെ സമയമുള്ളൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പടച്ചുറപ്പേ, നമ്മൾ വീടുണ്ടാക്കുന്നത് കണ്ടാൽ, നമ്മളിവിടെ ജീവിക്കുന്നത് കണ്ടാൽ, അല്ലാഹുവേ, എല്ലാവരും വിചാരിച്ചു പോകും, പടച്ചുറപ്പേ, ഈ ദുനിയാവിൽ നിന്ന് ഒരിക്കലും തന്നെ നമ്മൾ വിട പറയുന്നില്ല, ഇവിടെ നിന്ന് നമ്മൾ ഒരിക്കലും തന്നെ പിരിഞ്ഞു പോകുന്നില്ല എന്ന് മനുഷ്യന് ചിന്തിക്കുന്നത് പോലെയാണെന്നോ കാണുന്നത് പോലെയാണ് ഓരോരുത്തരും ഇന്ന് ദുനിയാവിൽ ജീവിക്കുന്നത്. അല്ലാഹുവേ, അവരുടെ ആരോഗ്യമുണ്ടോ? അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുണ്ടോ? പടച്ചുറപ്പേ, ഇതൊന്നും ഇന്ന് മനുഷ്യന്റെ ഒരു പ്രശ്നമല്ല. അവിടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഏത് അവസ്ഥയിലാണ് കടന്നു പോകുന്നത് പോലും മനുഷ്യന് ചിന്തിക്കുന്നില്ല. പടച്ചുറപ്പേ, വീടിന് ലോൺ എടുത്തിട്ട്, അല്ലാഹുവേ, ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ട് വീടുകൾ പണിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയോ? അവരൊക്കെ ദുനിയാവിൽ ജീവിക്കുന്നത് കണ്ടാ തോന്നും, പടച്ചുറപ്പേ, ഇന്നൊന്നും ഇവിടെ നിന്ന് ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു പോകില്ലല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ്, വലകും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹീൻ. ഈ ഭൂമി ലോകത്തുള്ള മനുഷ്യന്റെ ജീവിതമുണ്ടല്ലോ, ഈ ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പടച്ചു വിട്ടിട്ടുണ്ടല്ലോ. ഇതൊരു സമയം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയിട്ടുള്ളൂ. ഒരു സമയമുണ്ട്, ഇവിടെ ഒരു പരിധിയുണ്ട് ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ. ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ജീവിതമില്ലല്ലോ, പിന്നെ നമുക്കിവിടെ ജീവിതമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കണ്ടോ. നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ചുറപ്പേ, നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ നമ്മൾ കരുതിയിട്ടുണ്ടോ? നമ്മുടെ കൈവശം എന്തെങ്കിലും നമ്മൾ കരുതിയിട്ടുണ്ടോ? ഉണ്ടാവണം ഉമ്മ. പടച്ചുറപ്പേ, ഉള്ള സമയം മുഴുവനും സിനിമയുടെയും സീരിയലിന്റെയും രംഗങ്ങളിൽ ഇരുന്നിട്ടോ, പടച്ചുറപ്പേ, ഗ്ലിസറിൻ തേച്ചിട്ട് കരയുന്ന പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ടോ, അല്ലാഹുവേ, അവർ സമ്പാദിക്കാൻ വേണ്ടി കരയുകയാണോ? അവർക്കൊരു കരച്ചിലിന് ആയിരങ്ങളും പതിനായിരങ്ങളുമാണ് കയ്യിലേക്ക് എത്തുന്നത്. എന്നാ വീട്ടിനകത്ത് അവരുടെ കണ്ണീര് കണ്ടിട്ടോ, പടച്ചുറപ്പേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കണം, എന്ത് നേടാനാ നമുക്ക്? അല്ലാഹുവേ, എന്ത് നേടാനാ നമുക്ക്? നമുക്ക് എന്ത് കിട്ടാനാണ് ഉമ്മ? അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കരയേണ്ടത് അല്ലാഹുവിന്റെ നരകത്തെ ഓർത്തിട്ടാണ്. നമ്മൾ കരയേണ്ടത്, കണ്ണീരൊഴിക്കേണ്ടത് പടച്ച തമ്പുരാനെ സ്വർഗം ചോദിച്ചുകൊണ്ടാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് പടച്ച റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ടാ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. എന്നിട്ട് പടച്ച റബ്ബേ, ഈ ദുനിയാവിന്റെ സൗന്ദര്യത്തിന്റെ മുമ്പിലോ അല്ലാഹുവേ, നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമെന്ന ഓർമ്മയില്ലാതെ അല്ലാഹനെ മറന്നുകൊണ്ട് എത്രയോ ചെറുപ്പക്കാരികളുമാണ് റബ്ബേ ഇവിടെ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാ, ഖുൽ സിറൂ ഫിൽ അർളി സുമ്മ അൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. നബിയെ, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. നിങ്ങൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എന്നിട്ട് സത്യനിഷേധികളായ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ. പടച്ചുറപ്പേ, അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഓരോ പ്രവാചകന്മാരും കടന്നു വന്നിട്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നല്ലോ.
അള്ളാന്റെ മഹത്വങ്ങളെ കുറിച്ച്, അവന്റെ പ്രവാചകന്മാരെ കുറിച്ച്, അവന്റെ കിതാബിനെ കുറിച്ച്, നരകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, ഹിസാബിനെ കുറിച്ച്, മഹ്ശറയെ കുറിച്ച് എല്ലാ ജനങ്ങൾക്ക് മുമ്പിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ വിട്ടിട്ട് അവിടെ നിന്ന് പറയിപ്പിച്ചല്ലോ. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടോ, എല്ലാ നന്മകളും അവർക്ക് മുമ്പിൽ പറഞ്ഞു കൊടുത്തിട്ടോ, അല്ലാഹുവേ അവസാനം പടച്ച റബ്ബേ ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ഫിറഔനിന്റെ അവസാനം എന്ന് എടുത്തു നോക്കൂ. അതാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഈ ദുനിയാവിന്റെ തുരക്ക് മുകളിലൂടെ സഞ്ചരിച്ചു പോയ സത്യനിഷേധികളുടെ അവസാനം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്ക്. ഈ ദുനിയാവിന്റെ തുരക്ക് മുകളിലൂടെ സഞ്ചരിച്ചു നോക്ക്, നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. ചരിത്രങ്ങളെടുത്ത് നോക്ക്. അവസാന സമയത്ത് ഫിറഔൻ ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയോ? അല്ലാഹുവേ കാഫിറായി കൊണ്ട് ചത്തുപോയ രംഗങ്ങളാണല്ലോ പറയാനുള്ളത്. ഓരോ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ സത്യനിഷേധികളായിട്ട് കടന്നു പോയവരുടെ അന്ത്യം എടുത്തു നോക്കിയാ പടച്ചുറപ്പെ അവിടുന്ന് പിടഞ്ഞ് മരിച്ച ചരിത്രമല്ലേ പറയാനുള്ളത്. അവസാനം പടച്ചുറപ്പെ ഒരു ഈമാനില്ലാതെ, മുഖത്തൊരു പുഞ്ചിരി പോലുമില്ലാതെ, ഒരു സൗന്ദര്യം പോലുമില്ലാതെ വേദനാജനകമായി കൊണ്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞ ചരിത്രമാണല്ലോ പറയാനുള്ളത്. പടച്ചുറപ്പെ അതുകൊണ്ടൊന്ന് ചിന്തിക്കണേ വാപ്പാ. നമുക്ക് മുമ്പിലൂടെ കടന്നുപോയ ഓരോരുത്തരും ദുനിയാവിനെ ആഗ്രഹിച്ചവരാണ്, അവര് ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവരാണ്, ദുനിയാവിന്റെ സൗന്ദര്യം അവിടെ നിന്ന് വല്ലാതെ ആസ്വദിച്ചവരാണ്, ദുനിയാവിന്റെ ഏറ്റവും സൗന്ദര്യത്തിൽ തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചവരായിരുന്നു. പടച്ചുറപ്പേ ദുനിയാവിനെങ്ങനെ സമ്പത്തുണ്ടാക്കണം, ദുനിയാവിനെങ്ങനെ ഏറ്റവും വലിയ വീടുണ്ടാക്കണം, അല്ലാഹുവേ അതിന് വേണ്ടിയിട്ട് മത്സരം നടത്തിയ ആളുകളായിരുന്നു. എത്ര രാജ്യമാണ് എനിക്ക് ഭരിക്കാൻ കിട്ടുന്നത്, ഇന്ന് എന്റെ അധീനതയിൽ എത്ര സ്ഥലങ്ങളാണുള്ളത്, എനിക്ക് എന്റെ വീടിന് എത്ര റൂമുകളുണ്ട്, എന്റെ വീടിന് എത്ര നിരകളാണ്. അല്ലാഹുവേ ഞാൻ പറയുന്നത് പോലെയല്ലേ ദുനിയാവിൽ നടക്കാറോ, ഞാൻ ചിന്തിക്കുന്നത് പോലെ ദുനിയാവിൽ നടക്കാറോ എന്നൊക്കെ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ അഹങ്കരിച്ചുകൊണ്ട് കടന്നുപോയ ആളുകളെ പടച്ചുറപ്പേ ദുനിയാവിൽ അവസാനം ഈമാനില്ലാതെ നശിച്ചു പോയ ചരിത്രമാണ് ഉമ്മ നമുക്ക് പറയാനുള്ളത്. അതാവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഫിർഔനിനെ ഒന്ന് എടുത്തു നോക്കണേ. അല്ലാഹുവേ ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന ഹാമാനെ ഒന്ന് എടുത്തു നോക്ക്, അവിടുന്ന് ഖാറൂനെ ഒന്ന് എടുത്തു നോക്ക്. എത്രയോ ചരിത്രത്തിലാണ് പടച്ചുറപ്പെ അവിടെ ജീവിതത്തിൽ എത്രയോ നാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കളായി കടന്നു വന്നിട്ടോ പടച്ചുറപ്പെ ഓരോ പ്രവാചകന്മാരെ സമൂഹത്തിൽ വെച്ചിട്ട് കളിയാക്കിയിട്ടോ, അല്ലാഹുവേ തന്റെ ജനതയുടെ മുമ്പിൽ വെച്ചിട്ടോ, തന്റെ കൂടപ്പിറപ്പുകളുടെ അയൽവാസികളുടെ മുമ്പിൽ വെച്ചിട്ടോ പടച്ചുറപ്പെ അവിടുത്തെ അന്നത്തെ ഏറ്റവും പ്രമാണിമാരായ ആളുകള് ഇസ്ലാമിന്റെ ശത്രുക്കള് അതാ അവിടെ വെച്ചിട്ട് ഓരോ പ്രവാചകന്മാരെയും കളിയാക്കുകയാണ്, അവിടെ നിന്ന് കുറ്റപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഇസ്ലാമിനെ ഇല്ലായ്മ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളെ കൊണ്ടുവരുമ്പോ ആ ഗ്രന്ഥങ്ങളെ നിഷേധിച്ച ആളുകളാ, ആ ഗ്രന്ഥങ്ങളെ മുഴുവനും നിഷേധിച്ച ആളുകളാണല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വല്ലാതെ തള്ളി പറഞ്ഞ ആളുകളാണല്ലോ. അവരാണ് എന്റെ പ്രിയമുള്ളവരെ.